ഞാൻ ഈ പറയുന്ന ഇലക്ഷൻ ഓഫീസറെ പോയി കണ്ടു. അതായത് എൻ്റെ ഞാൻ നോമിനേഷൻ കൊടുത്താലും തള്ളും, എനിക്ക് നിയമസാധ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ എല്ലാവരിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത സമയത്ത് ഇതെന്താ, ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യമായിട്ട് ഇലക്ഷന് നിൽക്കുകയാണ്. അപ്പം അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനും എൻ്റെ സുഹൃത്തായ മറ്റൊരു നിർമ്മാതാവും ഷീല കുര്യൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ 2 സിനിമകളെ ചെയ്തിട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാർ ഞാൻ 2 സിനിമയെ ചെയ്തിട്ടുള്ളൂ എന്ന് സാറിന് എങ്ങനെ അറിയാം? ഞാൻ വന്നപ്പോൾ തന്നെ സാറിന് അങ്ങനെ പറയണമെങ്കിൽ അപ്പോൾ അത് സാറിനെ ആരോ ഇൻഫോം ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ പറഞ്ഞു, അല്ല അതെനിക്ക് അറിയാം. ഞാൻ പറഞ്ഞു, എങ്ങനെ സാറിന് അറിയാം 2 ചെയ്തിട്ടുള്ളൂ എന്ന്? അപ്പോൾ സാർ മങ്കിപ്പൻ എന്ന് പറഞ്ഞ സിനിമ കേട്ടിട്ടുണ്ടോ? ആട്, അടികപ്പിയാരെ കൂട്ടമണി, ഫ്രൈഡേ, ഇതൊക്കെ ഞാൻ ചെയ്ത സിനിമകൾ തന്നെയാണ്. എന്നിട്ട് 3 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം മനഃപൂർവ്വം ആദ്യത്തെ എൻ്റെ പേര് വായിക്കാതെ സാൻഡ്ര തോമസ് ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് കിടക്കുന്നു, അപ്പൊ അത് വായിക്കാതെ ഫ്രൈഡേ ഫിലിം ഹൗസ് എന്ന് വായിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ആദ്യം എഴുതിയേക്കുന്നത് വായിക്കൂ. അപ്പൊ പിന്നെ നിവൃത്തിയില്ലാതായി. അദ്ദേഹം പിന്നെ 3 പേരും 3 സെൻസർ സർട്ടിഫിക്കറ്റും വായിച്ചു കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, സാൻഡ്ര, ഈ കാര്യത്തിൽ സാൻഡ്രയുടെ ഭാഗത്താണ് 100% ശരി, അതെനിക്കറിയാം, പക്ഷെ എനിക്ക് വേറെ നിവൃത്തിയില്ല എന്നാ വ്യക്തി പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ നിസ്സഹായയായി പോയി. മനസ്സിലായോ? ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുന്ന്, എനിക്ക് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഉണ്ടായിരുന്നത്, എനിക്ക് അവരുടെ മുന്നിൽ ഇരുന്ന് കരയേണ്ടതായി വന്നു. ഞാൻ എന്തുകൊണ്ട് ഈ ഫൈറ്റ് ചെയ്യുന്നു? ഞാൻ അനുഭവിച്ച പെയിൻ എന്താ, അത് എനിക്ക് അവരുടെ മുന്നിരുന്നത് എനിക്കത് പറയേണ്ടി വന്നു. അപ്പം എനിക്ക് എൻ്റെ മുന്നിൽ തന്നെ എൻ്റെ ഭാഗത്ത് സത്യമുണ്ടായിട്ടും നീതി ഉണ്ടായിട്ടും അത് എൻ്റെ മുന്നിൽ നിഷേധിക്കപ്പെടുകയാണ്. മനസ്സിലായോ? ഞാൻ ശരിയാണെന്ന് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ? അത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം ഞാൻ ശരിയാണെന്ന്, എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നും അറിയാം. പക്ഷെ അദ്ദേഹം അത് നിഷേധിക്കുകയാണ്. അവർക്ക് വേണ്ടി അത് ചെയ്യണം. അതല്ല ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു എന്ന് ഞാൻ പറഞ്ഞത്. അത് അത് പിന്നെ ഒരു പ്രായമുള്ള എൻ്റെ ഒരു അപ്പച്ചൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു പ്രായമുള്ളൊരു ആൾക്കാരാണ് അവർ, ഭാര്യയും ഭർത്താവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ഉള്ളു തുറന്ന് ഞാൻ പറഞ്ഞു എന്തൊക്കെയാ സംഭവിച്ചത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ശരിയാണ്, എല്ലാം ശരിയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് അവസ്ഥ. അപ്പം അവസാനം ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങാൻ നേരം പറഞ്ഞത്, സാറിൻ്റെ മനസാക്ഷിക്ക് അനുസരിച്ച് സാർ ചെയ്യൂ, ഇത് കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്.